ഹായ് ഏൺസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എഞ്ചിനീയറിംഗ് മേഖലയിലുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാരിൽ ജോലി കിട്ടാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് ജെഇ ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്നത്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എല്ലാ വർഷവും കൃത്യമായി നടത്തുന്ന ഒരു എക്സാമിനേഷനാണ് ഈ ജെഇ എന്ന് പറയുന്നത്. പലപ്പോഴും കേരളത്തിൽ നിന്ന് വളരെയധികം ഉദ്യോഗാർത്ഥികളുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഈ ഒരു എക്സാമിനേഷൻ ഉണ്ടാകുന്നില്ല എന്നത് ഒരു പരമമായ സത്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സാമിനേഷന് ഒരു കൃത്യമായ ഒരു തയ്യാറെടുപ്പോട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ജെഇ ആയിട്ട് നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുന്നതാണ്. കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള വ്യത്യസ്ത ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കാണ് ജെഇ നിയമനം നടക്കുന്നത്. കേവലം ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്കായിരിക്കത്തില്ല, ഏതെങ്കിലുമൊക്കെ ഡിപ്പാർട്ട്മെൻറ്റിലേക്കായിരിക്കും നിങ്ങൾക്ക് നിയമനം കിട്ടുന്നത്. റെയിൽവേ ഒഴികെയുള്ള ബാക്കി ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം നിങ്ങൾക്ക് നിയമനം ഉണ്ടാവും. മാത്രമല്ല അത്യാവശ്യം സാലറിയും പ്രൊമോഷൻ സാധ്യതകളുമുള്ള ഒരു മേഖല കൂടിയാണ് ജൂനിയർ എഞ്ചിനീയറിംഗ്. അതുപോലെ നമ്മുടെ നാഷണൽ ഹൈവേ ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഈ ഒരു എക്സാമിനേഷൻ വഴിയും നിയമനം നടത്താറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങൾ എന്നുള്ളത്. ആദ്യമായിട്ട് ജൂനിയർ എഞ്ചിനീയർ സിവിൽ എന്ന് പറയുന്ന സ്ട്രീമിലേക്കും മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ഈ ഒരു 3 സ്ട്രീമിലേക്കാണ് ഇതിൻ്റെ എക്സാമിനേഷൻസ് പൊതുവേ വരുന്നത്. ഇതൊരു പൊതുവേ വരുന്നൊരു മേഖലയാണ്. കാരണം സിസ്റ്റമാറ്റിക്കായിട്ട് എല്ലാ വർഷവും നടക്കുമ്പോൾ പൊതുവേ ഒരു കലണ്ടർ പ്രിപ്പയർ ചെയ്ത് തന്നെയാണ് SSC പോകുന്നത്. അപ്പോൾ പൊതുവേ ഈ ടയർ ഫേസ് 1നെ സംബന്ധിച്ചിടത്തോളം ആദ്യം ഫേസ് 1 എക്സാമിനേഷൻ ഉണ്ട്. പേപ്പർ 1 CBT എക്സാമാണ്. അതിൻ്റെ ഡേറ്റും കാര്യങ്ങളുമാണ് പറയുന്നത്. അത് ക്ലിയർ ചെയ്തവർക്ക് മാത്രമേ CBT 2 എഴുതാൻ പറ്റുകയുള്ളൂ. ഇവിടെ ഡേറ്റ് ഓഫ് അഡ്വർടൈസ്മെൻറ്റ് വരുന്നത്, അതായത് എക്സാമിനേഷനെ പറ്റി ഒരു നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യത മാർച്ച് മാസത്തിലായിരിക്കും. ഇനിയും നമുക്ക് പ്രതീക്ഷിക്കുന്നത് 2026 മാർച്ചിലാണ്. മാർച്ചിൽ ഈ എക്സാമിനേഷൻ വരുമെന്ന് കരുതുന്നു. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ വിൻഡോ ക്ലോസ് ചെയ്യാനുള്ളൊരു സമയം കിട്ടുന്നത് ഏതാണ്ട് 2026 ഒരു 30 ദിവസമൊന്നും നമുക്ക് കിട്ടില്ല. നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നാൽ ഏതാണ്ട് 28 ദിവസം അല്ലെങ്കിൽ ഒരു 25 ദിവസമൊക്കെ നമുക്ക് പലപ്പോഴും കിട്ടത്തുള്ളൂ. മാത്രമല്ല ഈ ഒരു പോസ്റ്റിന് അപേക്ഷിക്കുന്നവർ കൃത്യമായിട്ട് അവരുടെ റിസർവേഷൻ എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക തന്നെ വേണം. കാരണം ഇത് ഓൾ ഓവർ ഇന്ത്യ ലെവലിൽ നടക്കുന്ന എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് എക്സാക്ട് കിട്ടും. അതുകൊണ്ട് തന്നെ OBC, EWS മുതലായ വിഭാഗക്കാർ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി 1 വർഷമാണ്. ഇതിന് മുമ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഇത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി വരുന്ന ഈ എക്സാമിനേഷനൊക്കെ അത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് വാങ്ങേണ്ടത് തഹസിൽദാർ തലത്തിൽ നിന്നാണ്. EWSൻ്റെയും അങ്ങനെയാണ് വാങ്ങേണ്ടത്, OBCയുടെ അങ്ങനെ തന്നെയാണ് നിങ്ങൾ വാങ്ങേണ്ടത്. ഇനിയും ഇതിൻ്റെ എക്സാമിനേഷൻ ടയർ 1 എക്സാമിനേഷൻ്റെ സമയമാണ് പറയുന്നത്. മെയ് മാസത്തിലും ജൂൺ മാസത്തിലുമായിട്ടായിരിക്കും ഈ എക്സാമിനേഷൻ നടക്കുന്നത്. ഈ ഒരു സമയം ഇത് ഇൻ ബിറ്റ്വീനായിട്ട് മാറും. ചിലപ്പം നേരത്തെ ആകാൻ സാധ്യത, കുറച്ച് മുമ്പോട്ട് പോകാനുണ്ട്. നമ്മൾ ഈ പറയുന്ന ഡേറ്റിനേക്കാളും എക്സാക്ട് ഡേറ്റിനേക്കാളും ഒരു 10 ദിവസം മുമ്പോട്ട് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. പിന്നെ ആപേക്ഷികമായിട്ടുണ്ടാകുന്ന പ്രാദേശിക വിഷയങ്ങളൊക്കെ ഇതിനെ ബാധിക്കാറുണ്ട്. ഈ ഇലക്ഷൻ പോലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള എപ്പിഡമിക്സോ ഒക്കെ പെട്ടെന്ന് ഔട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഡേറ്റിന് ചെറിയ മാറ്റങ്ങളുണ്ടാവും. പൊതുവേ എല്ലാ വർഷവും നടക്കുന്ന ഒരു പ്രവണതയാണ് നമ്മൾ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് എല്ലാ വർഷവും നടക്കുന്ന ഒരു എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു കൃത്യമായൊരു പഠനം, കൃത്യമായൊരു പ്ലാനും മനസ്സിലുണ്ടെങ്കിൽ ഒരു 1-2 വർഷത്തിനുള്ളിൽ കിട്ടാവുന്ന ഒരു നല്ല ജോലി തന്നെയാണ് ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്നത്. ഇനിയും ഇതിൻ്റെ CBT 1 എക്സാമിനേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. CBT 1 പ്രധാനമായിട്ടും വരുന്ന ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തേത് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് ആണ്. അത് 50 ചോദ്യങ്ങളും 50 മാർക്കും ഇതിനകത്തുണ്ടാവും. എല്ലാ പരീക്ഷകൾക്കും വരുന്നതാണ്. അതായത് നമ്മുടെ ബാങ്ക് എക്സാമിനേഷനും SSCയുടെ മറ്റ് എക്സാമിനേഷനും കേരള PSCയിലും ഒക്കെ ചോദിക്കുന്ന ഒരു ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ പറയുന്ന ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്. ഇതിൽ 50 ചോദ്യങ്ങളും 50 മാർക്കും ഉണ്ടാവും. അതിനുശേഷം ജനറൽ അവയർനെസ് ആണ്. ഇതിൽ 50 മാർക്കും 50 ക്വസ്റ്റ്യനുകളുമാണ് ഇവിടെയും ഉള്ളത്. അത് നമുക്കറിയാം. അതായത് GK തന്നെയാണ് ഇവിടെയും വരുന്നത്. SSCയുടെ ബാക്കി എക്സാമുകൾക്ക് ചോദിക്കുന്ന അതേ പാറ്റേൺ തന്നെ ഇവിടെയുണ്ട്. പലപ്പോഴും നമ്മുടെ എഞ്ചിനീയറിംഗ് മേഖലയിലുള്ള ഉദ്യോഗാർത്ഥികൾ ഇങ്ങോട്ടേക്ക് കടന്നു വരാത്തതിൻ്റെ ഒരു കാരണം ഈ ഒരു മേഖലയിലെ ചോദ്യങ്ങൾ വരുന്നു എന്നതുകൊണ്ടാണ്. പക്ഷേ അത്ര ഭീകരമായ കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ ഒരു കോമൺ തയ്യാറെടുപ്പുമായിട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇത് ഈ ഒരു എക്സാമിനേഷനെ സഹായിക്കും. അതുപോലെ തന്നെ മറ്റ് ജനറൽ എക്സാമിനേഷൻ PSCക്കും SSCയുടെയൊക്കെ മറ്റ് എക്സാമിനേഷനും നിങ്ങളെ ഇത് വലിയ അഡ്വാൻറ്റേജ് നൽകുന്ന ഒരു എക്സാമിനേഷനാണ്. ഇനിയും നിങ്ങളുടെ അഡ്വാൻറ്റേജ് എന്താണ്? ആഡ് ഓൺ ആയിട്ട് വരുമ്പോൾ ഇവിടെ ജനറൽ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട് സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ഈ ഒരു സ്ട്രീമിൽ നിന്നുള്ള 100 ചോദ്യങ്ങളും അവയുടെ 100 മാർക്ക് ചോദ്യങ്ങളും ഉണ്ടാവും. ഇതിന് ശേഷമായിരിക്കും എന്തുണ്ടാവുന്നത്? നിങ്ങളെ ടയർ 2ലേക്ക് സെലക്ട് ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിലവിലെ SSCക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണ്, BTech സ്ട്രീമിലുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ്, അല്ലെങ്കിൽ ആ ഒരു സ്ട്രീമിൽ നിന്ന് പാസ് ഔട്ടായി MTech കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മേഖലയ്ക്ക് കൂടി നിങ്ങളുടെ സ്ട്രീമിന് കൂടി ഒന്ന് ഫോക്കസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റും. അതായത് എഞ്ചിനീയറിംഗ് സ്ട്രീം വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണ്, അവർ ഈ ജനറൽ മേഖലയിൽ വീക്ക് ആണെങ്കിൽ അവർക്ക് ഈ ഒരു ടയർ 1 പാസ് ആവാൻ പറ്റണമെന്നില്ല. അതേസമയത്ത് SSCക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ഈ ഒരു സ്ട്രീമിലേക്ക് വന്ന് കുറച്ച് സമയം കൊണ്ട് നമ്മൾ ഫോക്കസ് ചെയ്താൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു കോച്ചിങ് ഒക്കെ എടുത്ത് ഫോക്കസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു
ജനറൽ എഞ്ചിനീയറിംഗ് സ്ട്രീം കൂടി നിങ്ങൾക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് അതിന് സ്കോർ ചെയ്ത് കയറി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉടൻ തന്നെ ജനറൽ എഞ്ചിനീയറിംഗിൻ്റെ ഫേസുമായിട്ട് ബന്ധപ്പെട്ട് അടുത്ത ടയർ 2 എക്സാമിനേഷനിലേക്ക് പോകാം. ഈ ടയർ 2 എക്സാമിനേഷനിൽ പ്രധാനമായിട്ടും 300 മാർക്കുകളാണോ ഇതിൽ നിന്ന് വരുന്നത്. അപ്പം ഈ 300 മാർക്കിൽ ജനറൽ എഞ്ചിനീയറിംഗിൻ്റെ സെയിം ടോപ്പിക്കുകൾ നിങ്ങളുടെ അടുത്തിരിക്കുന്ന സ്ട്രീമുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും. ഇതിന് 2 മണിക്കൂറാണ് ഉണ്ടാവുന്നത്. ഇത് ഒബ്ജക്റ്റീവ് MCQs തന്നെയാണ്, പക്ഷേ കുറച്ച് നിലവാരം കൂടുതലായിരിക്കും എന്ന് മാത്രം. അപ്പോൾ ഇതും ഒരു നിരന്തരമായിട്ടുള്ള പ്രാക്ടീസ് കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ക്രാക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ പറഞ്ഞ എല്ലാ പരീക്ഷയ്ക്കും നെഗറ്റീവ് മാർക്കുണ്ട് എന്നുള്ളത് മറക്കരുത്. നല്ല രീതിയിൽ തന്നെ നെഗറ്റീവ് മാർക്കുണ്ട്. ഇനിയും ഈ പറഞ്ഞ ഈ ഒരു പാറ്റേണിൽ നിങ്ങൾക്ക് പഠിച്ചു പോകുവാൻ ഏണസ്റ്റ് അക്കാഡമിയിൽ ഈ ഒരു കോഴ്സ് അവൈലബിൾ ആണ്, SSC ജൂനിയർ എഞ്ചിനീയറിൻ്റെ. ഇപ്പോൾ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് അനായാസേന ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാൻ പറ്റും. കേന്ദ്ര സർക്കാരിൽ കിട്ടാവുന്ന ഒരു നല്ല പോസ്റ്റ് തന്നെയാണ് ജൂനിയർ എഞ്ചിനീയർ എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ തന്നെ കോഴ്സിന് ജോയിൻ ചെയ്യുക. കോഴ്സിൽ ജോയിൻ ചെയ്യുന്നതിന് അതിൻ്റെ വിശദ വിവരങ്ങൾ അറിയുന്നതിനും താഴെ നൽകിയിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.